ടെക്സ്ചർ ആർട്ടിന്റെ ബേസിക് പോലും അറിയാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു പെയിന്റിംഗ് കണ്ടാലോ. ആദ്യം തന്നെ ടെക്സ്ചർ പേസ് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏഷ്യൻ പെയിന്റ്സിന്റെ വാൾപുട്ടിയാണ്. അത് ഒരു 8 പാർട്ടും വൈറ്റ് ഗ്ലൂ 1 പാർട്ട്. ഈ ഒരു റേഷ്യോയിലാണ് പേസ്റ്റ് മിക്സ് ആക്കേണ്ടത്. ഇനി ഒരു പ്ലൈവുഡോ ക്യാൻവാസോ എടുത്തിട്ട് പേസ്റ്റ് ഈവൺ ആയിട്ട് സ്പ്രെഡ് ആക്കുക. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ സർഫസ് ആദ്യം തന്നെ നന്നായി ക്ലീൻ ചെയ്യണം. എന്നിട്ടാണ് പേസ്റ്റ് ആക്കേണ്ടത്. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ടെക്സ്ചർ ആർട്ട് ചെയ്യുന്ന സ്പാച്ചുല തന്നെ വേണമെന്നില്ല, നൈഫോ സ്പൂണോ എന്തെങ്കിലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങണം. ഏകദേശം 1 day എടുക്കും നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ. ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും. ടെക്സ്ചർ ആർട്ടിന്റെ ബേസിക് പോലും അറിയാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു പെയിന്റിംഗ് കണ്ടാലോ. ആദ്യം തന്നെ ടെക്സ്ചർ പേസ് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏഷ്യൻ പെയിന്റ്സിന്റെ വാൾപുട്ടിയാണ്. അത് ഒരു 8 പാർട്ടും വൈറ്റ് ഗ്ലൂ 1 പാർട്ട്. ഈ ഒരു റേഷ്യോയിലാണ് പേസ്റ്റ് മിക്സ് ആക്കേണ്ടത്. ഇനി ഒരു പ്ലൈവുഡോ ക്യാൻവാസോ എടുത്തിട്ട് പേസ്റ്റ് ഈവൺ ആയിട്ട് സ്പ്രെഡ് ആക്കുക. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ സർഫസ് ആദ്യം തന്നെ നന്നായി ക്ലീൻ ചെയ്യണം. എന്നിട്ടാണ് പേസ്റ്റ് ആക്കേണ്ടത്. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ടെക്സ്ചർ ആർട്ട് ചെയ്യുന്ന സ്പാച്ചുല തന്നെ വേണമെന്നില്ല, നൈഫോ സ്പൂണോ എന്തെങ്കിലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങണം. ഏകദേശം 1 day എടുക്കും നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ. ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും.